ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഒരു എന്താ പറയാ, September 4th എൻഗേജ്മെന്റ് ആണ്. സോ ഈ വീഡിയോയില് അതിന്റെ മുന്നേ ഉള്ള കുറച്ച് എൻഗേജ്മെന്റ് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഞാൻ കാണിക്കണത്. ഇപ്പോൾ ഞാനും ഇതാ തേജ് എത്തിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെരിന്തൽമണ്ണ പോവാണ് കുറച്ച് എന്താ പറയാ ഫേഷ്യല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഒരു പ്രിപ്പറേഷൻസ് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കണതാവും കേട്ടോ. പാർലറൊക്കെ ആയ കാരണം ഞാൻ അധികം മേക്കപ്പ് ഇട്ടിട്ടില്ല. ഒരു ലൈറ്റായിട്ടൊരു ലിപ്സ്റ്റിക്കും ചെറിയൊരു ബ്ലഷൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പം നല്ല മഴയാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇവിടുത്തെ അൽഹൈഫ പാർലറിലാണ് കേട്ടോ ഞാൻ പോയത്. ഗൈസ്, അങ്ങനെ ഫേഷ്യൽ കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഒരു തെളിച്ചം വന്നിട്ടുണ്ട് മുഖത്ത്. ഇതിപ്പോൾ നാച്ചുറൽ അത്ര. അങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്ത് ഇറങ്ങി. എന്തായാലും ഇനി ഞങ്ങൾ അടുത്ത ലക്ഷ്യം എന്താ തേജേ? ഫുഡ്. അതെ, തേജ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് വന്നത് തന്നെ. അപ്പം ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ പോകണോ? ഫുഡ് സ്റ്റോറീസ് അടച്ചിട്ടോ? ചില്ലീസിൽ തിരക്കില്ലെങ്കിൽ ചില്ലീസിൽ പോകും. മസാലയിൽ പെരുന്തിരക്കാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഏതായാലും ഇനി ഫുഡ് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ മാക്സിലേക്കാണ് പോയത്. എനിക്കൊരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഈ മാർക്കറ്റ് സിറ്റി മാളിലുള്ള സ്റ്റുഡിയോയിൽ പോയി അവിടുന്ന് ഒരു നോർമൽ ഒരു ഫ്രോക്ക് ഞാൻ വാങ്ങി. പിന്നെ ഞങ്ങൾക്ക് അടുത്തത് പോകേണ്ടത് ടോണി ആൻഡ് ഗൈയിലായിരുന്നു. പക്ഷേ അത് 5 മണിക്കാണ് ഞങ്ങളുടെ സ്ലോട്ട്. അപ്പോൾ അതുവരെ ഞങ്ങൾ അതിൽക്കൂടെയൊക്കെ നടന്നു. പിന്നെ തേജിന് വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഹാജി അലിയിൽ നിന്നൊരു മൊജീറ്റോ ഒക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾ സമയം കുറേ നേരമായി കൂടെ തള്ളി നീക്കി. അങ്ങനെ 5 മണിയായപ്പോൾ ടോണി ആൻഡ് ഗൈയിൽ പോയി. അപ്പോൾ നെയിൽ എക്സ്റ്റൻഷനും നെയിൽ ആർട്ടും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എന്താണെങ്കിലും അവരത് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു മെറൂൺ അതുപോലൊരു ഗ്ലിറ്റർ കൂടെ മിക്സ് ചെയ്തൊരു ഷെയ്ഡായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഫൈനൽ ടച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഗൈസ്, അങ്ങനെ രാവിലെ ഇറങ്ങിയിട്ട് ഇതാ ഇപ്പോഴാണ്, ഇപ്പം 7:35 ഇപ്പോഴാണ് എൻ്റെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോണത്. ഇങ്ങനെ ഒരു മെറൂണും ഒരു ഗ്ലിറ്റർ ഷെയ്ഡൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. പോടാ, അപ്പോൾ കുഴപ്പമില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോൾ ഞാൻ മെഹന്തി ബുക്ക് ചെയ്തിട്ടുള്ള ആ കുട്ടി വന്നു കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഇവരെ ബുക്ക് ചെയ്തത്. മെഹന്തി പ്രോ എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ഇൻസ്റ്റാ പേജ്. എന്താണെങ്കിലും അവർ മൈലാഞ്ചിയൊക്കെ ഇടാൻ തുടങ്ങി. ഞാൻ 2 കൈ ഫുള്ളും ഇടുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള ഡിസൈനിൽ തന്നെ ആ കുട്ടിക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഫുൾ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞു. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ താഴെ പോയതായിരുന്നു. അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പം അങ്ങനെ മൈലാഞ്ചി ഇട്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് സിത്താരയും സാൻഡി എത്തിയത്. ഇത് വീഡിയോ എടുക്കാനാണ്. എന്നാ വേണ്ടേ? ഇപ്പുറത്തേക്ക് നിൽക്ക്, ഇവിടെയാണ് വെളിച്ചം. ഇങ്ങനെ ഹൈ ഗൈസ്, സിത്താര സാൻഡി എല്ലാവരും എത്തി ഗൈസ്. പോരെ പോയിസോറോട് ഇത്ര ലാസ്റ്റ് പോരെ കാണുന്നുണ്ടല്ലേ സിത്താര വിജയൻ. അങ്ങനെ രാത്രിയായപ്പോൾ ഇവർ ഡാൻസ് ഒക്കെ സെറ്റ് ആക്കുമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ നാളെ വരും. രാവിലെ നീച്ചപ്പോൾ മൈലാഞ്ചിയൊക്കെ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഗൈസ്, ഫുഡ് കഴിക്കാൻ വാ. തേജേ, സ്ത്രീകളുണ്ടെങ്കിൽ ഡാൻസ് കളിക്കാന്ന് പറയണേ. ഒരു ഡാൻസ് കളിച്ചതേ മതി. എവിടെ എവിടെ ഞങ്ങളങ്ങനെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോവുക. സംഭവം ഇവിടെ നല്ല വഴുക്കലൊക്കെ ഉണ്ട്. ജിത്തു ശ്യാമൊക്കെ ഇന്നലെ എത്തിയിട്ടോ.
ഇന്നലെ ഒരു 1:30-2 മണി ആയപ്പോൾ എത്തിയവർ. ഫോർച്യൂണർ അങ്ങനെ ഒന്നും കൂടി മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒരു വാട്ടർ വാഷ് ചെയ്യണം. ഇപ്പം ഹൈലക്സ് കൊണ്ടുപോയി. അപ്പം ഞാൻ അച്ഛമ്മേൻ്റെ വീട്ടിലായിരുന്നു. രാത്രി കടക്കുമ്പോഴും ലാപ്പിൽ, രാവിലെ നീക്കുമ്പോഴും ലാപ്പിൽ. 24 hours ഷിഫ്റ്റ് അത്ര. രാവിലെ തൊട്ട് കുറിക്കാൻ വിശക്കുണ്ടെന്ന് അറിയില്ലേന്നാ. ഇത് ഇന്നലെ രാത്രി ലാപ്ടോപ്പ് വിഴുങ്ങിയിരിക്കുക. എല്ലാവരുടെയും മൈലാഞ്ചിയൊക്കെ നല്ല രീതിക്ക് ചോത്തുണ്ട് കേട്ടോ. നോക്കട്ടെ മൈലാഞ്ചി എനിക്ക് ഷോ തുറക്കങ്ങട്. എല്ലാവരും നല്ല റെഡിഷ് ആയിട്ടുണ്ട്. അങ്ങനെ അനിയൻ്റെ എത്തി ഗൈസ്. ജിലിഷേട്ടനും ഉണ്ട് അവിടെ. പരസ്യം കൊടുക്കരുതോ. കറണ്ട് പോയി ഗൈസ്. എന്താ പറയാ, അവരെല്ലാവരും എത്തി. ഇനി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. ഹേയ് ജിത്തു പുതിയ ചിപ്സ് കച്ചവടമൊക്കെ തുടങ്ങി ഗൈസ്. ഗൈസ് അങ്ങനെ സമയം ഉച്ചയായി. സാൻഡി ഇതാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക. എലോൺ വൈബ് അത്രേ. പിന്നെ ഇതാ എല്ലാവരും ഇതാ എത്തി ഓരോരുത്തരായിട്ട്. കുറച്ച് ആൾക്കാർ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ബാക്കി എല്ലാവരും ഉള്ള ഫ്രൂട്ട്സ് കഴിക്കണുള്ളൂ ഉച്ചക്ക്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് വേറെ നോണൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നാടൻ ഫുഡായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ചോറിനലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പം എന്താ പറയുക, സിത്താരയും ഹായ് രസമുണ്ടല്ലേ. അപ്പോൾ പറയാൻ വന്നത് എന്താ വെച്ചാൽ അവരൊക്കെ പെരിന്തൽമണ്ണയ്ക്ക് പോയി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് അർജുവേട്ടൻ്റെ കല്യാണത്തിനല്ലേ കണ്ടത്. അതെ, അതിനുശേഷം PC ഇവിടെ എത്തിയിട്ടോ. കുറച്ച് നേരം എത്തിയിട്ട് നല്ല ഡാൻസ് പ്രാക്ടീസിങ്ങിലായിരുന്നു. അതാണ് ഇങ്ങനെ കിതയ്ക്കണത്. പിന്നെ എന്താണ് PC, ഞാൻ നീളം വെച്ചതാണോ PC ഉയരം പറഞ്ഞാണോ? അപ്പോൾ എന്തായാലും എന്താണെങ്കിലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ പറയുക, SVയും അത് കൈ ഇങ്ങനെ കാണാൻ നല്ല രസം അല്ലേ. ഇങ്ങനെ കുറച്ച് ആക്ഷൻസ് ചെയ്തത്. SVയും സൺലേട്ടനും ശ്യാമും അഖിലേട്ടനും പിന്നെ ആരാ സാൻഡി, ജിത്തു, തേജ്, ഒരു പടം ആൾക്കാരാണ് ഇവിടുന്ന് പോയിരുന്നത് പെരിന്തൽമണ്ണയ്ക്ക്. ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും മേഘ, അനഘ അവരൊന്നും എത്തിയിട്ടില്ല. അവരൊക്കെ എത്താനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവരെത്തിയിട്ട് വേണം ബാക്കി ഡാൻസൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിങ്ങനെ അല്ലറ ചില്ലറ സീൻസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വേറൊരു കസിനാണ് ശ്രുതി ചേച്ചി. അപ്പോൾ ഒരു 3:30 ആയപ്പോൾ ശ്രുതി ചേച്ചിയും എത്തി. ചേച്ചീൻ്റെ കല്യാണമാണ് അടുത്ത ആഴ്ച. ഗൈസ് അങ്ങനെ ലാപ്ടോപ്പ് മാറിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ സാന്ദ്രനെ ഇവിടെ വന്നിട്ട് കാണുന്നത്. കുളിച്ച് റെഡിയായി സുന്ദരിയായി നിൽക്കുന്നുണ്ട്. എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് കണ്ടാ പറയാം. ഗൈസ് ഞാനങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫൈനൽ ലുക്കിലെത്തി ഗൈസ്. അപ്പം അങ്ങനെ ഞാൻ വൈകുന്നേരം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നിന്നു. ഇനിയിപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, വേറെ ഫങ്ഷനായിട്ടൊന്നുമില്ല. ഈ കൈമത്തെ മൈലാഞ്ചിട്ട് എന്തിനാ കൈമത്തെ കറുപ്പുമാക്കറ്റാണല്ലോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. വിഷ്ണുവേട്ടൻ റെഡി ആയിട്ട് എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നു. ഞങ്ങളും എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഹോളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നല്ല എന്താ പറയുക, ടെൻഷനും പേടിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു.
சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர നമ്മൾ പറ്റൻഡ് ചെയ്തോണ്ടിരിക്കണത്. എന്താ ബാക്കിൽ ഒരാള് കണ്ണില് ലെൻസ് ഒക്കെ എടുക്കണം. എനിക്കറിയില്ല എന്റെ നഖല്ലേ നഖമില്ലാത്ത ഒരാളെടുത്തായിരുന്നു. അയ്യോ ഞാൻ പോയി കുടിക്കാൻ കയറും ഞാൻ മോതിരിട്ടത് ഇതല്ല